ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ചുണങ്ങുള്ള ആളുകൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ഒറ്റമൂലികൾ, ചില പൊടിക്കൈകൾ നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണം ഓണാക്കി വെക്കുക. ഇതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് നാരങ്ങ നീരും ഉപ്പും ചേർത്ത്, നാരങ്ങ നീരിൽ ഉപ്പ് ചേർത്ത് ഒരു മിശ്രിതമാക്കിയിട്ട് നമ്മൾ ചുണങ്ങുള്ള ഭാഗത്ത് പുരട്ടാം. പിന്നുള്ളത് കടുക് അരച്ചെടുത്തിട്ട് ചുണങ്ങുള്ള ഭാഗത്ത് പുരട്ടാം. ആര്യവേപ്പും മഞ്ഞളും അരച്ചെടുത്ത മിശ്രിതം നമ്മൾ ചുണങ്ങുള്ള ഭാഗത്ത് തേച്ചാൽ ഈ ചുണങ്ങ് എന്ന പ്രശ്നത്തിനൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ വെറ്റിലയും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ട് ആ നീര് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ ചുണങ്ങുള്ള ഭാഗത്ത് തേച്ചാൽ ഈ ചുണങ്ങ് മാറാൻ സഹായിക്കും. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും തേച്ച മിശ്രിതം, കുറച്ച് ടൈം എടുക്കും. ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതം നമ്മുടെ ചുണങ്ങുള്ള ഭാഗം അത് എവിടെയാണെങ്കിലും അവിടെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഈ ഇളവയിൽ കൊള്ളുക. അതിനുശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. പിന്നെ ഒന്ന് ചന്ദനവും നവസാരവും അരച്ചെടുത്തിട്ട് ചുണങ്ങുള്ള ഭാഗത്ത് പുരട്ടിയാൽ ചുണങ്ങ് മാറും. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഗന്ധകവും വയമ്പും തൈരിൽ അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ചുണങ്ങുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചാൽ, അങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് മാറില്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. 1-2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങും. അപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ